തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികളിൽ ദ്രാവിഡ കോട്ടകൾ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ട് നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം അഥവാ ടി.വി.കെ അധികാരം പിടിച്ചെടുത്തപ്പോൾ അത്ഭുതത്തോടെയും അല്പം സംശയത്തോടെയുമാണ് ആളുകൾ ആ മാറ്റത്തെ നോക്കിക്കണ്ടത്. അരനൂറ്റാണ്ടുകാലം തമിഴക രാഷ്ട്രീയത്തെ മാറി മാറി ഭരിച്ച ഡി.എം.കെയുടെ 5 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു സിനിമാ താരം നയിക്കുന്ന പുതിയ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഭരണപരിചയമില്ലാത്ത ഈ പുതിയ നേതാക്കൾക്ക് എങ്ങനെ ഒരു സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു രാഷ്ട്രീയ വേലിയേറ്റത്തിൽ അധികാരം കയ്യിലെത്തിയവർക്ക് ഭരണചക്രം തിരിക്കാൻ അറിയുമോ എന്ന പരിഹാസ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് തന്റെ ഓരോ നീക്കങ്ങളുടെയും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അധികാരമേറ്റ നാൾ മുതൽ ദീർഘവീക്ഷണത്തോടെയുള്ള കൃത്യമായ ഭരണ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് നിർണായകമായ ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ഭരണം കൂടുതൽ സുരക്ഷിതമാക്കാനും രാഷ്ട്രീയ അടിത്തറ വിപുലീകരിക്കാനുമുള്ള അതിശക്തമായ തന്ത്രങ്ങളാണ് മുഖ്യമന്ത്രി വിജയ് ഇപ്പോൾ മെനയുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ പിന്തുണയ്ക്കുന്ന പാർട്ടികളുമായി ചേർന്ന് ഒരു സ്ഥിരതയുള്ള സഖ്യമായി മുന്നോട്ടു പോകാൻ ടി.വി.കെ ആലോചിക്കുകയാണ്. വെറുമൊരു പിന്തുണ എന്നതിനപ്പുറം വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരുമിച്ച് പോരാടാനുള്ള കൃത്യമായ സഖ്യരൂപീകരണ ചർച്ചകളാണ് വരാൻ പോകുന്ന യോഗത്തിൽ നടക്കുക. ഈ രാഷ്ട്രീയ നീക്കത്തിന്റെ ആദ്യ പടിയെന്നോണം വി.സി.കെ അധ്യക്ഷൻ തിരുമാവളവന്റെ വസതിയിലെത്തി ടി.വി.കെ ജനറൽ സെക്രട്ടറി ബുസിയാനന്ദും പ്രമുഖ നേതാവ് ആദം അർജുനയും കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു. കേവലം സൗഹൃദ സന്ദർശനത്തിനപ്പുറം രൂപീകരിക്കാൻ പോകുന്ന പുതിയ സഖ്യത്തിന് ഒരു പ്രത്യേക പേര് നൽകുന്നതിനെ കുറിച്ചുള്ള ആലോചനകളും നേതാക്കൾക്കിടയിൽ നടക്കുകയാണ്. വരാനിരിക്കുന്ന യോഗത്തിലേക്ക് കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ്, ADMK തുടങ്ങിയ പ്രമുഖ പാർട്ടികളെയും ക്ഷണിക്കുമെന്നാണ് ടി.വി.കെ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കെ പ്രാദേശിക തലത്തിൽ വലിയ തരംഗവും മുന്നേറ്റവും ഉണ്ടാക്കുകയെന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് വിജയുടെ ഈ രാഷ്ട്രീയ കരുനീക്കങ്ങൾ. തമിഴ്നാട്ടിൽ വലിയ തോതിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുമെന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് DMK ക്യാമ്പിൽ ഇപ്പോൾ വലിയ വിള്ളലുകൾ വീണിരിക്കുകയാണ്. DMK നേതൃത്വം നൽകുന്ന സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിൽ നിന്ന് 9 വർഷത്തെ നീണ്ട ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് വൈക്കോയുടെ ADMK പിന്മാറിയത് ഇതിന്റെ തെളിവാണ്. പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷമാണ് വൈക്കോ ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ADMKയുടെ ഈ പിന്മാറ്റം DMKക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഈ സഖ്യം തകർന്നതിന് തൊട്ടു പിന്നാലെ ADMK പിളർത്തുന്ന നീക്കങ്ങളുമായി DMKയും രംഗത്തെത്തിയിട്ടുണ്ട്. ADMK ഔദ്യോഗികമായി സഖ്യം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ പാർട്ടിയിലെ സംസ്ഥാന നേതാക്കളും ജില്ലാ സെക്രട്ടറിമാരും ഉൾപ്പെടെ 150ഓളം പ്രമുഖ ഭാരവാഹികളാണ് കൂട്ടത്തോടെ ADMK വിട്ട് DMK ചേർന്നത്. ഇത് വൈക്കോയ്ക്ക് വലിയ ആഘാതമായി മാറിയിട്ടുണ്ട്. ഈ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് DMK വിട്ടുവരുന്ന കക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ അജണ്ടയോടെ പുതിയൊരു ബദൽ രാഷ്ട്രീയ സഖ്യം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി വിജയ് തയ്യാറെടുക്കുന്നത്. ഭരിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ടും ഭരണ മികവ് കൊണ്ടും മറുപടി നൽകുകയാണ് ഇപ്പോൾ ടി.വി.കെ തലവൻ.